ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പം ഉള്ളത് ഇടുക്കിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്ന സമയമാണ്. കല്യാണത്തണ്ട് ഏരിയയിലൊക്കെ ആണെങ്കിൽ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിൽ നിന്ന് കട്ടപ്പന പോകുന്ന റൂട്ടിൽ നിർമ്മല സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് തിരിഞ്ഞ് കല്യാണത്തണ്ട് വ്യൂ പോയിൻ്റിൻ്റെ കല്യാണത്തണ്ടിൻ്റെ ഏരിയയിലാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത്. വണ്ടി വരുന്ന റോഡൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം മണ്ണൊക്കെ ഇട്ട റോഡാണ്. ഇവിടുന്ന് വന്ന് കയറി കഴിയുമ്പോഴേ നമുക്ക് കാണാൻ കഴിയുക ഇടുക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുക. നല്ല കിടുക്കൻ വ്യൂ. എല്ലാ രസവും നോക്കിയാൽ സൈഡിൽ അങ്ങ് ആ ഏരിയ ആണ് കാൽവരി മൗണ്ട് വരുന്നത്. അവിടെ നമുക്ക് നോക്കി കാണാൻ കഴിയുക ഇങ്ങോട്ടുള്ള വ്യൂ ആണ്. നമുക്ക് ഇത്രയും നല്ല ഭംഗിയിലുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റില്ല. കല്യാണത്തണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഈ ക്യാച്ച്മെൻറ്റ് കാണാൻ പറ്റും കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഐലൻഡ് പോലെ ചെറിയ ചെറിയ ഏരിയ കാണാൻ പറ്റും. നീലക്കുറിഞ്ഞി പൂക്കൾ പറിക്കുന്നതും ചെടികൾ നശിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ്. നമുക്ക് ഒരുമിച്ച് നാളേക്കായി കരുതി വെക്കാം. ആണോ? ഇത് പൂത്തിട്ട് എത്ര നാളായി ഇപ്പോൾ? ഇപ്പം ഒരാഴ്ച കഴിഞ്ഞു തോന്നുന്നു. ഒരാഴ്ച അവിടെ മാത്രമേ പൂത്തുള്ളൂ? അവിടെ ഇവിടെ കണ്ടില്ല. ഈ ഇറങ്ങിപ്പോ ഇവിടെ ഒരു 10 വേണം. കൂടുതൽ പൂത്തിക്കുന്നത് അവിടെയാ മേറ്റല്ലേ. ആ മേളില് മലയുടെ മേളിലല്ലേ? ആളുകൾ മലയുടെ സൈഡിലാണ് നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുന്നേ കാണാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂത്ത് നിൽക്കുന്നത്. ആ മേളിൽ കുറേ ഏരിയയിലുണ്ട്. പിന്നെ താഴെ പിന്നെ അങ്ങ് താഴെയായിട്ട് കുറേ ഏരിയയിലൊക്കെ അവിടെ കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഉള്ള നീലക്കുറിഞ്ഞിയുടെ നടുവിലാട്ടോ. മലയൊക്കെ നടന്ന് കയറി നമ്മൾ മേളിലെത്തി കഴിയുമ്പോൾ ഉള്ള വ്യൂ ആണ്. നീലക്കുറിഞ്ഞിയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുവാണ്. നീലക്കുറിഞ്ഞിയും ആ ക്യാച്ച്മെൻറ്റിൻ്റെ വ്യൂവും കൂടെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല കിടുക്കനായിട്ടുള്ളൊരു ആംബിയൻസ് ആട്ടോ. നോക്ക്, ഇപ്പം ഞാനിരിക്കുന്നതിൻ്റെ താഴെയും മേളിലെല്ലാം നീലക്കുറിഞ്ഞിയാണ്. നമ്മുടെ നേരെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഇടുക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് നല്ല പച്ച കളർ നിൽക്കുവാണ്. താഴെയെല്ലാം നീലക്കുറിഞ്ഞിയൊക്കെ ആണെങ്കിൽ കാറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പൂക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നടന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഓരോ ചോട്ടിൽ നിന്ന് കുറേ ഇലകൾ വന്നിട്ട് അത്തേന്നാണ് കുറേ കൊലകളായിട്ട് പൂക്കൾ കിട്ടും. ഓരോ ചെടിയും കുറച്ച് മാറിയായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ അടുത്ത് വന്ന് കഴിയുമ്പം അകലെയായിട്ടാണ് പൂക്കൾ തോന്നിക്കുന്നത്. കുറച്ച് ദൂരെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൂക്കളെല്ലാം അടുത്ത് ഒന്നിച്ച് നിൽക്കുന്നതോട് തോന്നും. പൂക്കളുടെ ഇടയ്ക്കൂടെ നടന്ന് കാഴ്ചകൾ കാണാം. പൂവാണെങ്കിലോ അങ്ങ് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് കാണുന്ന ഏരിയ അങ്ങ് ആ ടോപ്പ് കണ്ടോ, ആ കുറേ കല്ലുകൾ കണ്ടോ, അതിൻ്റെ താഴെയൊക്കെ ഉണ്ട് കേട്ടോ. പൂവ് ഇങ്ങനെ കിടക്കുവാണ്. അപ്പം മേളിലൊക്കെയാണെങ്കിൽ കുറേ ആൾക്കാർ ടൂറിസ്റ്റുകളൊക്കെ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ പിരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾ. ഈ കാണുന്നതൊക്കെ ആണെങ്കിൽ വിരിയാനുള്ള മുട്ടുകളാണ് നിൽക്കുന്നത്. കാറ്റത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുക. നല്ല രസമാണ് കാണാൻ. ഇപ്പോഴാണെങ്കിൽ അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് നീലക്കുറിഞ്ഞി പൂക്കളെ കാണുന്നുണ്ടെങ്കിൽ കഴിവതും പെട്ടെന്ന് തന്നെ വരിക കേട്ടോ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ പൂക്കളൊക്കെ ആണെങ്കിൽ ഫ്രഷായിട്ട് നിൽക്കുവാണ്. ഇപ്പം പൂവുണ്ടായിട്ട് ഒരാഴ്ച അടുത്തായിട്ടുള്ളൂ പൂവായിട്ട്. അപ്പം കഴിവതും പെട്ടെന്ന് വരിക. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ടുള്ള പൂക്കൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കുറേ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വാടിക്കരിഞ്ഞ് ചീഞ്ഞ് നിൽക്കുന്ന പൂക്കളായിരിക്കും കാണാൻ കഴിയുക.
ഈ നീലക്കുറിഞ്ഞി കാണാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്ന് വന്ന് മൺവഴി കൂടെ കുറച്ച് അവിടെ നിന്ന് നടന്നു വന്നാൽ മതി. പ്രത്യേകിച്ച് പാസും കാര്യങ്ങളൊന്നും നിലവിലില്ല. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പൂക്കളും ചെടികളൊന്നും പറിക്കാതിരിക്കുക. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. എന്നാ കാറ്റ്, നല്ല തണുത്ത കാറ്റാണ്. ഈ മലയുടെ ടോപ്പ് പോയിലോട്ട് പോകാൻ പോവാണ്. അവിടെ പോയിട്ട് അവിടുത്തെ ആ വ്യൂവും കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. പൂക്കളൊക്കെ ആണെങ്കിൽ പൂത്തേക്കുന്നതാണെങ്കിൽ ഈ മലയുടെ ഒരു വശത്താണ് ഈ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ ആ സൈഡിലേക്കാണ് പൂക്കളെല്ലാം പൂത്ത് നിൽക്കുന്നത്. മലയുടെ ഇപ്പോഴത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ വീടുകളും കാര്യങ്ങളൊക്കെയാണ് താഴോട്ട് കാണാൻ പറ്റുക. കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കട്ടപ്പന തൊടുപുഴ റൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വഴി, ആ താഴെ കാണുന്ന വഴിയുണ്ടോ, ആ വഴിയാണ് കട്ടപ്പന കുമ്മിളി റോഡൊക്കെ. നമ്മൾ വന്നതാണെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഒരു ടവർ കണ്ടോ, ആ ടവറിൻ്റെ അവിടെ നിന്ന് ഒരു വൈ ജംഗ്ഷൻ തിരിഞ്ഞ് നമ്മൾ കയറി വന്നത്. അവിടെ നിന്ന് കയറി നമ്മൾ ആ കാണുന്ന മണ്ണ് ഇട്ട വഴി കണ്ടോ, ആ വഴി അവിടെ കൊണ്ട് വണ്ടി വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നടന്ന് കയറി. നടക്കാനാണെന്നുണ്ടെങ്കിൽ അധികം ദൂരമൊന്നുമില്ല കേട്ടോ. നീലക്കുറിഞ്ഞി പൂക്കളുടെ കാഴ്ചകളൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ട്രാവൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.